സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ഏലം കുത്തകപ്പാട്ട ഭൂമി തരം മാറ്റിയത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. മൂന്നാർ കയ്യേറ്റം വ്യാജ പട്ടയ കേസുകളിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടിൽ സർക്കാർ. ഹണി ട്രാപ്പ് തട്ടിപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പരാതിയുമായി ഭർത്താവ്. സ്വന്തം മക്കളെ തട്ടിപ്പിനിരയാക്കിയെന്ന ആരോപണം. ശ്രുതിയിൽ നിന്നും കുട്ടികളെ രക്ഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി. പ്രതിസന്ധിയിലായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പ്രവർത്തനം. 41 ലക്ഷം ചെലവിട്ട മൊബൈൽ ലാബ് 6 മാസമായി പ്രവർത്തനരഹിതം. പ്രതിസന്ധിക്ക് കാരണം ജീവനക്കാരുടെ ക്ഷാമം. കേസുകളുടെ എണ്ണം കൂടുമ്പോഴും പരിശോധിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപം. ശ്രീലങ്കൻ അഭയാർത്ഥികളെ അവഗണിച്ച സർക്കാർ. അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ തീണ്ടാപ്പാടകലെ. പൊളിഞ്ഞു വീഴാറായ ലയങ്ങളിൽ കാലങ്ങളായി കഴിയുന്നത് നിരവധി പേർ. നെല്ല് സംഭരണത്തിൽ സർക്കാരിനെതിരെ കർഷക കൂട്ടായ്മ. സപ്ലൈകോ വഴി സംഭരിച്ചതിന്റെ തുക നൽകുന്നതിൽ അനാസ്ഥയെന്ന ആരോപണം. പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചിട്ടും സർക്കാരിന് കർഷക വിരുദ്ധ നിലപാടെന്ന അപ്പർ കുട്ടനാട്ടുകാർ. വന്യമൃഗശല്യത്തിന് കാരണമായ മഞ്ഞക്കൊന്ന നിർമ്മാർജ്ജനം അനിശ്ചിതത്വത്തിൽ. സർക്കാർ ഉത്തരവിൽ അവ്യക്തതയെന്ന പ്രകൃതി സംരക്ഷണ സമിതി. വിഷയത്തിൽ കൃത്യമായ പഠനം അനിവാര്യമെന്നും സമിതി. ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം തിരിച്ചെത്തി. 327 പേരുടെ ആദ്യ സംഘം എത്തിയത് കരിപ്പൂരിൽ. കൊച്ചിയിലെയും കണ്ണൂരിലെയും സംഘം ജൂലൈ 10-ന് തിരികെയെത്തും. ഗുരുവായൂരിലെ ആനകൾക്ക് ഇനി സുഖചികിത്സാ കാലം. 30 ദിവസം നീളുന്ന ചികിത്സയ്ക്ക് ആദ്യഘട്ടത്തിൽ ദേവസ്വത്തിന്റെ 26 ആനകൾ. കരിവീരന്മാർക്കായി നീക്കിവച്ചിരിക്കുന്നത് 11 ലക്ഷം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത മോദി ഇന്ന് ലോക്സഭയിൽ സംസാരിക്കും. രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനും മറുപടി പറഞ്ഞേക്കും. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. ഹർജി CBIയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് അപേക്ഷയെ എതിർത്ത് CBI. നിയമസഭയിൽ ഇന്ന് ധനാഭ്യർത്ഥന ചർച്ച തുടരും. ചർച്ച എക്സൈസ്, നഗര ഗ്രാമ വികസനം, പഞ്ചായത്ത് എന്നീ വകുപ്പുകളിൽ. 2024-ലെ ധനകാര്യ ബില്ലും സഭ പരിഗണിക്കും. ക്രിമിനൽ വിചാരണ നടപടികളിൽ ഡൊണാൾഡ് ട്രംപിനും മുൻ പ്രസിഡന്റുമാർക്കും ഭാഗിക നിയമപരിരക്ഷയുണ്ടെന്ന് US സുപ്രീം കോടതി. പരിരക്ഷ പ്രസിഡന്റ് എന്ന നിലയിൽ എടുത്ത നടപടികൾക്ക്. വ്യക്തിപരമായ പ്രവർത്തികൾക്കില്ലെന്നും കോടതി. വിധി 2024-ലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ശ്രമിച്ചെന്ന ഗൂഢാലോചന കേസ് പൂർണ്ണമായും തള്ളാതെ. യൂറോ കപ്പിൽ പോർച്ചുഗൽ ക്വാർട്ടറിൽ. സ്ലൊവേനിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നു. 3 കിക്കുകൾ തടുത്ത പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് അവസാനം. ക്വാർട്ടർ ലക്ഷ്യമിട്ട നെതർലൻഡ്സ് ഇന്ന് റൊമാനിയയെ നേരിടും. മത്സരം രാത്രി 9:30. അവസാന പ്രീ ക്വാർട്ടർ തുർക്കിക്ക് എതിരാളി ഓസ്ട്രിയ.
കോപ്പ അമേരിക്കയിൽ നാളെ സൂപ്പർ പോരാട്ടം. ക്വാർട്ടർ ലക്ഷ്യമിട്ട് ബ്രസീൽ കൊളംബിയയെ നേരിടും. മത്സരം നാളെ രാവിലെ 6:30. കോസ്റ്ററിക്ക, പരാഗ്വെ എതിരാളികൾ. യൂറോ കപ്പ് ക്വാർട്ടർ ഉറപ്പിച്ച് ഫ്രാൻസ്. ബെൽജിയത്തിനെ മറികടന്ന ഫ്രാൻസ് അവസാന 8ലേക്ക്. ജയമെതിരില്ലാത്ത ഒരു ഗോളിന്. ജാൻ വെർട്ടോഗിന്റെ സെൽഫ് ഗോൾ ബെൽജിയത്തിന് തിരിച്ചടിയായി.